പർദ്ദ അഴിച്ചു വെച്ച് മഫ്ത അഴിച്ചു വെച്ച് എന്റെ സഹോദരിമാർ ഒരു സമരമുഖങ്ങളിലേക്കും പോകരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം തന്നെ അതേ ഐഡന്റിറ്റിയോടുകൂടെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയണം. നിങ്ങളുടെ ഐഡന്റിറ്റിയെ അവർ ചൂണ്ടിക്കാണിച്ച് ഭീഷണിയുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞോളൂ, നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോളൂ, നാളുകളിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളിടുന്ന ഇതേ വേഷത്തോടുകൂടെ ഇതേ വേഷമണിഞ്ഞ് പ്രതിരോധ മുഖങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ സഹോദരിമാരുണ്ടാവും. അത് നമ്മുടെ യൂണിഫോമായി മാറും, പ്രതിരോധത്തിന്റെ യൂണിഫോമായി നമ്മൾ അതൊരു പക്ഷേ ഉപയോഗിക്കും. ഇപ്പൊ വേഷം കുറി തൊട്ട തല മറക്കാത്ത ഈ ഹൈന്ദവ സ്ത്രീയുടെ വിവേകം പോലും അല്ലെങ്കിൽ ആ ഒരു കോമൺ സെൻസ് പോലും പള്ളിയിലെ സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടുള്ള സിസ്റ്റർ ഹെലീനയ്ക്കുണ്ടായത് നമ്മൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം മതം പറഞ്ഞിട്ടുണ്ട്, മതത്തിന്റെ ആചാരങ്ങളായിട്ടുണ്ട്, മതം സന്യസിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മതം ബ്രഹ്മചര്യം പറഞ്ഞിട്ടുണ്ട്, മതം ഈ പറയുന്ന തലമുണ്ടനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മതം ശിരോവസ്ത്രമണിയാൻ പറഞ്ഞിട്ടുണ്ട്, മതം തിരുവസ്ത്രമണിയാൻ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ മതം പറഞ്ഞതുകൊണ്ട് മാത്രം തന്റെ ശരീരത്തിൽ, തന്റെ ദേഹത്ത്, തന്റെ പേഴ്സണാലിറ്റിയിൽ, തന്റെ ചോയ്സ് ആയിട്ട് അവർ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന സിസ്റ്റർ ഹെലീന, ആ സിസ്റ്റർ ഹെലീനക്ക് ഒരു കോമൺ സെൻസ് ഇല്ലാതെ പോയി അല്ലെങ്കിൽ വിവേകം ഇല്ലാതെ പോയി എന്ന് തന്നെ നമ്മൾ ശങ്കിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ നിങ്ങൾ കണ്ടു, ഒരു ഹൈന്ദവ സഹോദരിയാണ്, കുറി തട്ട തല മറക്കാത്ത ഒരു ഹൈന്ദവ സഹോദരി. ആ ഹൈന്ദവ സഹോദരി പറയുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡന്റിറ്റിയാണ്. ഇപ്പോ ആ പറഞ്ഞ സഹോദരി തല മറച്ചിട്ടില്ല, അവർ കുറി തൊട്ടിട്ടുണ്ട്, അത് അവരുടെ ഐഡന്റിറ്റിയാണ്. സിസ്റ്റർ ഹെലീന ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവർ തിരുവസ്ത്രം ധരിച്ചിട്ടുണ്ട്, കുരിശുമാല തൂക്കിയിട്ടുണ്ട്, അത് അവരുടെ ഐഡന്റിറ്റിയാണ്. എന്നാൽ ആ സ്കൂളിലെ ഈ പറയുന്ന വിദ്യാർത്ഥിനിക്ക്, ആ വിദ്യാർത്ഥിനിയുടെ ഐഡന്റിറ്റി ആയിരുന്നു ഹിജാബ് എന്ന് പറയുന്നത്. ആ ഹിജാബിനെയാണ് എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥിനിയുടെ ഈ പറയുന്ന ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റിയിലും ആ മൗലികമായ അവകാശത്തിലുമാണ് സിസ്റ്റർ ഹെലീനയും അവിടുത്തെ PTA പ്രസിഡന്റും അടങ്ങുന്ന PTA മാനേജ്മെന്റും കൈകടത്തിയത്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ സംസാരിച്ച ഹൈന്ദവ സഹോദരിക്കുണ്ടായ ആ ഒരു വിവേകം, ആ വിവേകം ഇവർക്കില്ലാതെ പോയി. എന്നിട്ട് പലപ്പോഴായിട്ട് ഇവർ ആദ്യം പറഞ്ഞു, അത്തരത്തിൽ ഹിജാബിൽ വരുന്ന വിദ്യാർത്ഥിയെ കാണുമ്പോ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ ഭയമുണ്ടാകുന്നു. ഭയമുണ്ടായിട്ടില്ല ആ മക്കളിൽ. ആ മക്കൾ ഞങ്ങൾ ഉറക്കെ പറയുമ്പോഴും നിങ്ങൾ ഭയപ്പെട്ടേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കളുടെ ഉള്ളിലേക്ക് ഭയം കുത്തി നടക്കാൻ ശ്രമിക്കുകയായിരുന്നു സിസ്റ്റർ ഹെലീനയും ഈ PTA പ്രൊഫസർ ജോഷി കൈരവാറിനും ഈ പറയുന്ന PTA മാനേജ്മെന്റും ഒക്കെ. ആ ഭയം ഇവരിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ എന്തിനെയാണ് ഭയക്കുന്നത്? ഭയക്കുന്നത് ആ ഹിജാബിനെ മാത്രമല്ല, ആ ഹിജാബിന്റെ വിദ്യാർത്ഥിനിയെ മാത്രമല്ല, ആ ഹിജാബിന്റെ വിദ്യാർത്ഥിനിയെയും ആ ഹിജാബിനെയും അതോടൊപ്പം ആ ഹിജാബ് വരുന്ന വിദ്യാർത്ഥിനികളെയും ഒരു സമൂഹത്തെയും ഭയക്കുന്നു. എന്താ കാരണം ആ ഒരു സമൂഹം ഇപ്പോ ഭൗതികപരമായിട്ട് വലിയ നേട്ടങ്ങൾ ആ സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സമുദായം ഭൗതികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. വിദ്യാഭ്യാസ തലങ്ങളിൽ, ബിസിനസ് തലങ്ങളിൽ, അതിനപ്പുറം എന്തൊക്കെ മേഖലകളുണ്ടോ എല്ലാ മേഖലകളിലും ഈ പറയുന്ന ഹിജാബിട്ട വ്യക്തികൾ, തലമറക്കുന്ന വ്യക്തികൾ, അങ്ങനെ ആത്മവിശ്വാസത്തിൽ കടക്കുന്ന ആളുകൾ എല്ലാ മേഖലകളിലും കടന്നു വരുമ്പോ അവരുടെ വലിയ സ്വാധീനം എല്ലാ മേഖലകളിലും ഉണ്ടാകുമ്പോ ഇവര് വല്ലാതെ ഭയക്കുന്നു. പക്ഷേ ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയുടെയും ഈ പറയുന്ന സഭയുടെയും ഈ പറയുന്ന ജോഷി കൈരവളവിന്റെയും ഒക്കെ ആധികാരിക നേതാവായിട്ടുള്ള മാർപ്പാപ്പക്ക്, റോമിലെ വത്തിക്കാനിരിക്കുന്ന മാർപ്പാപ്പക്ക് ആ ഭയം ഉണ്ടായില്ല. മാർപ്പാപ്പ, കാരണം മാർപ്പാപ്പയുടെ വിശ്വാസങ്ങൾ പറയുന്നത് കാപട്യമില്ലാത്തതാണ്, വളരെ സ്ഫുടം ചെയ്ത വിശ്വാസമാണ് മാർപ്പാപ്പയുള്ളത്. അദ്ദേഹം ഒരു കാപട്യവുമില്ലാതെ നിഷ്കളങ്കമായ വിശ്വാസം, വളരെ കളങ്കമില്ലാത്ത വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള വിശ്വാസം. അറബിയിൽ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തത് മീൻസ് നമ്മൾ അവിടെ വിശ്വസിക്കുകയാണ്. ചോദ്യങ്ങളില്ലാതെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോ കാപട്യങ്ങൾ ഇല്ലാതാകുമ്പോ ഭയങ്ങൾ ഉണ്ടാകാറില്ല. അത് തന്നെയാണ് മാർപ്പാപ്പയുടെ കാര്യം സംഭവിക്കുന്നത്. മാർപ്പാപ്പയുടെ വിശ്വാസം
ഈ പറയുന്ന സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും അധിപനായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് തെല്ലും ഭയമില്ല. അദ്ദേഹം ഒന്നിനെയും ഭയക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അചഞ്ചലമാണ്. അതിനപ്പുറത്തേക്ക് സാത്താന്റെ ഈ പറയുന്ന സ്വാധീനം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോലും ചെല്ലുന്നില്ല. അതുകൊണ്ടല്ലേ മാർപ്പാപ്പ ഈ കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾ കേരളത്തിൽ ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരുന്ന ദിവസത്തിലാണ് മാർപ്പാപ്പ വത്തിക്കാനിലെ പബ്ലിക് ലൈബ്രറിയിൽ മുസ്ലിം സഹോദരന്മാർക്ക് നമസ്കരിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക മുറി അനുവദിച്ചു നൽകുന്നത്. അവിടെ നമസ്കരിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു നൽകുമ്പോ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞവർ ഇത്തരത്തിൽ ഭയമുണ്ടാകുന്നു എന്ന് വാദിക്കുന്നു എന്ന് മാത്രമല്ല, അവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആശയം കൂടിയുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഹിജാബിടണമെന്ന് പറയും, നാളെ ഞങ്ങൾക്ക് ആരാധനാലയത്തിലേക്ക് പോകാൻ കുറച്ച് ദൂരമാണ്, അല്ലെങ്കിൽ സൗകര്യം കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളുകളിൽ നമസ്കരിക്കുവാനുള്ള പ്രാർത്ഥന നടത്തുവാനുള്ള സജ്ജീകരണം ഒരുക്കി തരുന്നെന്ന് പറയും. അതും ലഭിച്ചു കഴിയുമ്പോ അടുത്ത ദിവസം ആ സ്ഥാപനം തന്നെ ഇവർ പിടിച്ചടക്കും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ മാർപ്പാപ്പ പറയില്ല. ആരും ആവശ്യപ്പെടാതെ തന്നെ മാർപ്പാപ്പ എന്ത് ചെയ്യുന്നു? വത്തിക്കാന്റെ ലൈബ്രറിയിൽ നിസ്കാര മുറി ഒരുക്കി കൊടുക്കുന്നു. മാർപ്പാപ്പ ഇവര് ചിന്തിക്കുന്നത് പോലെ മാർപ്പാപ്പ ചിന്തിച്ചിരുന്നെങ്കിൽ ആലോചിച്ചു നോക്കൂ. ഈ നിസ്കാര മുറി അവിടെ സജ്ജീകരിക്കുവാനുള്ള നിർദ്ദേശം നൽകുമായിരുന്നോ? ഒരിക്കലുമില്ല. അപ്പോ മാർപ്പാപ്പക്ക് തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഭയവുമില്ല. അദ്ദേഹം എല്ലാവിധ സൗകര്യങ്ങളും ഇതര മതസ്ഥരായിട്ടുള്ളവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലോ ആ മാർപ്പാപ്പയുടെ അനുയായികൾ എന്ന് പറയുന്നവർ, തിരുവസ്ത്രം ഇട്ടവർ, ആ വസ്ത്രത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി സാത്താന്റെ പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നു. സാത്താന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോ ഈ സാത്താൻ ആരാണെന്നുള്ള ചോദ്യം നിങ്ങളിൽ നിന്ന് വരും. ഈ സാത്താൻ സംഘപരിവാരമാണ്, ഈ സാത്താൻ സംഘങ്ങളാണ്, ഈ സാത്താൻ കാസയാണ്, ഈ കാസയും സംഘപരിവാരമാണ് എന്ന ഒരു കൂട്ടം ഇവര് ഈ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഏറ്റവും ബാക്കി പത്രങ്ങളാണ് ഇപ്പൊ പറയുന്ന ഹിജാബ് വിവാദം. ഇതിനു മുമ്പ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന തിരുവസ്ത്രമിട്ട ആളുകളിൽ നിന്നുണ്ടാകുമ്പോ, ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ ആ സ്ത്രീ, ആ ഹൈന്ദവ സഹോദരി സംസാരിക്കുന്നത് പോലെ, അവർ കുറി തൊട്ടവരാണ്, അവര് ഹിജാബ് ഇട്ടതല്ല. അങ്ങനെ ഹിജാബ് ഇടാത്ത, തല മറക്കാത്ത, കുറി തൊട്ട ഒരു ഹൈന്ദവ സ്ത്രീക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ, ഇതൊക്കെ ഞാൻ വെറും ഉദാഹരണങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ, നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ള ഒരു വിവേകം, ഒരു വിവരം, അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് അത് ഇവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ടുപോയ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം അല്ലാത്ത പല ആളുകളും പ്രതികരിക്കുമ്പോ, അവരുടെ പ്രതികരണങ്ങളിലൊക്കെ സ്കൂളിനെതിരെ അവരുടെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോ അവരൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അവരുടെ കോമൺ സെൻസ് ആണ്. കാരണം ഭരണഘടന അനുവദിക്കുന്ന ഒരു മൗലിക അവകാശത്തിന് മേലെ കടന്നുകൊണ്ട് ആ ഭരണഘടനയിലേക്ക് വെക്കുന്ന കാര്യങ്ങളെ പോലും അംഗീകരിക്കാതെ, അല്ല ഭരണഘടനയുടെ മുകളിലാണ് ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ ഇവരോട് പറയുക? എന്താണ് നമ്മൾ ഇവരോട് പറയുക? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഇവിടെ മാസ്റ്റേഴ്സ് മീറ്റ് നടത്തുമ്പോ സിസ്റ്റർ സബീന എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഈ പറയുന്ന ഹഡിൽസിൽ ഓടി കയറുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. കേരളത്തിലെ നിരവധിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടല്ലോ, അവിടെയൊക്കെ ഈ യൂണിഫോമുകൾ ഉണ്ടാകാം. യൂണിഫോമുകൾ ഇല്ലാതെ വളരെ കുറഞ്ഞ സ്ഥാപനങ്ങൾ മാത്രമാണ്. ആ യൂണിഫോമുകളുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങൾ നോക്കിയേ, അവിടെയൊക്കെ തിരുവസ്ത്രമിട്ട് ദൈവത്തിന്റെ മണവാളായിട്ട് എത്ര പേരാണ് അവിടെ പഠനത്തിനെത്തുന്നത്, വിദ്യാഭ്യാസം നുകരാനാണ് എത്തുന്നത്. അവിടെ ആരാണെങ്കിലും നിങ്ങൾ തിരുവസ്ത്രം അഴിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിയമമാണ്, ഇവിടുത്തെ യൂണിഫോം ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും നിങ്ങൾ യൂണിഫോം വരണമെന്ന് നിർബന്ധിക്കാറില്ല. കാരണം ഇതൊരു ഗിവൻ ടേക്ക് പോളിസിയാണ്. ഈ ഗിവൻ ടേക്ക് പോളിസിയിൽ പലതും നമ്മൾ വേണ്ടെന്ന് വെക്കും. അങ്ങനെ വന്നോട്ടെ, വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതിന് പലതിനെയും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്.
അങ്ങനെ മണ്ഡലകാലമായി കഴിഞ്ഞാൽ മാലയിട്ട് മലക്ക് പോകാൻ വേണ്ടി നോമ്പ് എടുക്കുന്ന കറുത്ത വസ്ത്രധാരികളായിട്ടുള്ള എത്ര വിദ്യാർത്ഥികളെയാണ് നമ്മൾ സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്നത്. അവരാ സ്കൂളുകളിൽ വരുമ്പോ നിയമമാണ്, യൂണിഫോമാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവരാരെയും നിരുത്സാഹപ്പെടുത്താൻ മാത്രമല്ല അതിനെയൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടി എന്നും സ്വീകരിച്ചിട്ടും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം, ഒരു സാമുദായിക അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ കേരളത്തില് ഇത് നിയമമാണ്, ഇത് ഹിജാബാണ്, ഇത് ആനയാണ്, ഇത് ചേനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് തുള്ളാൻ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ പറയും വിവേകമില്ലാത്തവർ, ഒരു കോമൺ സെൻസ് ഇല്ലാത്തവർ എന്ന് തന്നെ ഞങ്ങൾ നിങ്ങളെ വിളിക്കേണ്ടി വരും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്രയും സാധാരണ പ്രവർത്തനങ്ങളായിരുന്നു എന്ന് വീണ്ടും വീണ്ടും ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിക്കരുത് എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്.